കുറഞ്ഞ പലിശ, മാക്സിമം ലോങ് വാല്യൂ, ലഘുവായ ഡോക്യുമെന്റേഷൻ, 0%. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ മുന്നാണ് എക്സിബിഷൻ കാണാനായിട്ട് പോയത്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഒന്ന് കാണാം. വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടി 160 രൂപയാണ് ആയത്. ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമുക്കൊന്ന് കുറച്ചൊക്കെ ഫ്രീ ആയിട്ടൊന്ന് നടക്കാൻ പറ്റും. ആ ഒരു രീതിക്കായിരുന്നു. ഇപ്പം പൂരമൊക്കെ അടുത്ത സമയങ്ങളാച്ചെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എക്സിബിഷനിൽ. നമുക്കിങ്ങനെ വെറുതെ നിന്നാൽ മതി, ഇങ്ങനെ ഒഴുകി പൊക്കോളാം. അത്രയ്ക്ക് തിരക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ പൂരത്തിനൊക്കെ മുൻപാണ് പോയത്, അതുകൊണ്ട് അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എക്സിബിഷൻ പോകുമ്പോൾ അങ്ങനെ ഒന്നും വാങ്ങാറില്ല കേട്ടോ സാധാരണ. പിന്നെ ഭയങ്കര വിലയായിരിക്കും വാങ്ങായാലും. പിന്നെ നമ്മൾ എല്ലാ കൊല്ലം പോവാറുണ്ട്. അപ്പം എല്ലാം ഒരു റിപ്പീറ്റേഷൻ തന്നെ, കണ്ടത് തന്നെ വീണ്ടും കാണുക. എന്നാലും ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു രസമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സിബിഷൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ജയലക്ഷ്മിയുടെ പരസ്യം അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ചെയ്തു വരും. അപ്പോൾ നല്ല രസമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നമുക്ക് നൊസ്റ്റാൾജിയ വരും. നമ്മൾ എല്ലാ കൊല്ലം പോകുന്നതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഈ കപ്പുകൾ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ തന്നെ കപ്പുകൾ ഇങ്ങനെ ഒരു സെറ്റ്, അതായത് ഒരു 6 150 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അത് ഇപ്പോഴൊന്നല്ല, എന്തായാലും ഒരു 5-6 വർഷമൊക്കെ മുമ്പായിരിക്കും നമ്മൾ കപ്പ് മേടിച്ചിട്ടുണ്ടാവുക. നമ്മൾ മിഠായികളുടെ ഒരു മായാ ലോകത്തേക്ക് തന്നെ എത്തിയിട്ടാ. ഒരുപാട് തരം നൊസ്റ്റാൾജി ഉണർത്തുന്ന മിഠായികൾ ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ ചെറുപ്പത്തിലും അമ്മയുടെ ചെറുപ്പത്തിലേക്കുള്ള ഒരുപാട് മിഠായികളുണ്ട്. അവർ പറയുന്നുണ്ടായിരുന്നു പമ്പര മിഠായി, അതുപോലെ തന്നെ കാരക്ക മിഠായി, നാരങ്ങ മിഠായി, ഒരുപാട് തരം ഇവിടെ മിഠായി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള മിഠായികളും ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ അച്ഛനെ ഓരോരോ മിഠായികളുടെ വില ചോദിക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇപ്പം എടുത്ത മിഠായിയാണ് തേൻനിലാവ്. അത് പണ്ടും ഇപ്പോഴുള്ള മിഠായി തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മളിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പഞ്ചസാര ലൈന് വരും. ഈ മിഠായി എന്ന് പറയുന്നത് ഓരോരോ ഷേപ്പുകളായിരിക്കും. ജിറാഫ്, പിന്നെ കാക്ക, മീൻ, അതിൻ്റെ ഒക്കെ ഷേപ്പുകളായിരിക്കും. അതിൻ്റെ ഒരു ഭാഗത്താണ് ഇങ്ങനെ മിഠായി കുത്തി വെച്ച് കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കാരക്ക മിഠായിയാണ്. അതുപോലെ ഒരുപാട് മിഠായി ഉണ്ടായിരുന്നു. നാരങ്ങ മിഠായി, അതുപോലെ തന്നെ പമ്പര മിഠായി ഉണ്ടാവും. പമ്പര മിഠായി വരുമ്പോൾ അതുമ്പോൾ ഒരു നൂലുണ്ടാവും. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മിഠായി ഇങ്ങനെ കിടന്ന് കറങ്ങും. പിന്നെ ചോക്ക് മിഠായി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തരം മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ.
സ്റ്റാളിൽ അവസാനമായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേ ലീഫ്, കസ്തൂരി മേത്തി, നമ്മുടെ സ്പൈസസ്, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂര ദിവസങ്ങളിൽ, അതുപോലെ തലേ ദിവസം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ എക്സിബിഷന് ടിക്കറ്റ് ചാർജ് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ 40 രൂപയാണെങ്കിൽ 50 രൂപയായിരിക്കും. ഇത് പിന്നെ എക്സിബിഷനിൽ ഉണ്ടായിരുന്ന ഒരു ആൻറ്റിക് സ്റ്റോളാണ്. ഡെൽമ ആൻറ്റിക് എന്നാണ് ഈ സ്റ്റോളിൻ്റെ പേര്. ഒരു ചേട്ടൻ്റെ ആണ്, നമ്മൾ പോയപ്പോൾ ഒരു ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് തരം ആൻറ്റിക് ഐറ്റംസ് ഉണ്ട്. ഗ്രാമഫോൺ, നേരത്തെ കണ്ട പോലെ കോയിൻസ്, അതുപോലെ ഭരണികൾ, റാന്തലുകൾ, സൈക്കിള്, വിളക്കുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ക്ലോക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എക്സിബിഷൻ നടക്കുന്ന സമയങ്ങളിൽ കലാസാംസ്കാരികമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബോബി ചെമ്മണ്ണൂർ ഞങ്ങൾ പോയ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടന്റെ സ്റ്റോളാണ്. ചേട്ടന്റെ പേര് രാജൻ എന്നാണ്. ഈ ചേട്ടൻ മുള, മരം, ചിരട്ട എന്നിവ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളാണ്.
ഇതെന്താ വില? ഇതെന്താ വില? വേറെ മോഡലുണ്ടോ? അത് വേണ്ട. കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത് ചാർജറുകൾ 100 രൂപ മാത്രം. ഹെഡ്ഫോണുകൾ 59 രൂപ. ഒത്തുപണിയുണ്ട് 380 രൂപ. നമ്മൾ പൂര എക്സിബിഷൻ പല സ്റ്റാളുകളും കടി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ പുറത്ത് കിടക്കും. ഇനി ഇതിനും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലെത്താം. അത് എല്ലാവർക്കും